പ്രശാന്ത് IAS വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത്. കളപറിക്കാൻ ബെസ്റ്റ് എന്ന പരസ്യമാണ് പ്രശാന്ത് ഷെയർ ചെയ്തത്. അതിനിടെ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ വ്യവസായ വകുപ്പ് ഡയറക്ടർ K. ഗോപാലകൃഷ്ണനെതിരെ സർക്കാർ ഇന്ന് നടപടി സ്വീകരിച്ചേക്കും. പ്രശാന്തിനെതിരായ നടപടിയിലും ഇന്ന് തീരുമാനമുണ്ടായിരിക്കും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, എന്തായാലും ഒരു നടപടി ഉണ്ടാകും എന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു പോസ്റ്റുമായി പ്രശാന്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. IAS ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ സർക്കാർ നേരിടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതല്ലേ ശ്രദ്ധേയം? തീർച്ചയായും ശ്രീജ, താൻ ഒട്ടും പിന്നോട്ടല്ല. തനിക്കെതിരെ എന്ത് അച്ചടക്ക നടപടി സ്വീകരിച്ചാലും തന്റെ നിലപാടിൽ നിന്ന് താൻ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് തന്നെ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് എൻ പ്രശാന്ത് IAS ഓരോ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി കടുത്ത രീതിയിലാണ് ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹം എത്തുന്നത്. മേലുദ്യോഗസ്ഥനും ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരിക്കുന്ന A. ജയാതിലകനെതിരെയാണ് കടുത്ത വിമർശനമാണ്. ആദ്യം അദ്ദേഹം ചിത്തരോഗിയാന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം കീഴുദ്യോഗസ്ഥരുടെ ഭാവിയും ജീവിതവും ഒക്കെ തുലയ്ക്കുന്ന, സർവീസും ഒക്കെ തുലയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണെന്ന രീതിയിൽ കടുത്ത പരാമർശം നടത്തുന്നു. ഇന്ന് കുറച്ചുകൂടി മറ്റൊരു രീതിയിലാണ്, ഒരു പരോക്ഷമായ രീതിയിലൊരു വിമർശനവുമാണ് എൻ പ്രശാന്ത് എത്തിയിരിക്കുന്നത്. എൻ പ്രശാന്ത് കൃഷി വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ കൂടിയായ എൻ പ്രശാന്ത് കൃഷി വകുപ്പ് പുറത്തിറക്കിയ ഒരു പുതിയ യന്ത്രത്തിന്റെ ചിത്രം സഹിതമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് കളകളെ പറിക്കുന്ന പുതിയൊരു യന്ത്രം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി കളകളെ ആർക്കും പേടിക്കേണ്ട എന്ന രീതിയിൽ കൃത്യമായി പരോക്ഷമായി താൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഒരു ട്രോൾ ആയിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമയിലെ പ്രസിദ്ധമായ സിനിമാ ഡയലോഗും കൂടി ചേർത്തുകൊണ്ടാണ് കൃത്യമായ ഒരു ട്രോളായി താൻ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിന് താഴെ തന്നെ നിരവധി കമന്റുകളും വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇന്നത്തെ ദിവസം ഇദ്ദേഹത്തിനെതിരെ, എൻ പ്രശാന്തിനെതിരെയും K. ഗോപാലകൃഷ്ണനെതിരെ, രണ്ട് പ്രമുഖരായ IAS ഉദ്യോഗസ്ഥർക്കെതിരായ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ഇവർക്കെതിരെ നടപടി ഉറപ്പായി മുഖ്യമന്ത്രി എടുക്കും. ആ ദിവസം തന്നെ എൻ പ്രശാന്ത് തന്റെ നിലപാടിൽ ഉറച്ച് താൻ ഒട്ടും പിന്നോട്ടല്ല, എന്ത് അച്ചടക്ക നടപടിയും സ്വീകരിക്കാൻ അഭിമുഖീകരിക്കാൻ താൻ തയ്യാറാണ് എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് വീണ്ടും അദ്ദേഹം മേലുദ്യോഗസ്ഥർക്കെതിരെ ഈ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സർക്കാരാകട്ടെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയം കാണുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ വിവാദത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറി ഡയറക്ടറായിരിക്കുന്ന K. ഗോപാലകൃഷ്ണനെതിരെയും ഒരു കടുത്ത അച്ചടക്ക നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു സസ്പെൻഷൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ സർക്കാർ കാണുന്നത്. ശ്രീജ, ശരി അൺഫിൽട്ട, എന്തായാലും പുതിയൊരു പോസ്റ്റ് വന്നിരിക്കുന്നു. ഈ പോസ്റ്റിനും കൂടി ചേർത്ത് എന്തായിരിക്കും നടപടി എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ.